ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ മന്തി ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മന്തി കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കനാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ചെറിയ പീസായ ചിക്കൻ ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ്റെ പീസ് ലാർജോ സ്മോളോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ചിക്കനിലേക്ക് നമ്മൾ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം കേട്ടോ. 1-2 മാഗി ക്യൂബ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കനിൽ നന്നായി പിടിക്കണ വരെ നമുക്കിത് നന്നായിട്ട് കൈവച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ട് റെഡ് കളറാണ് കേട്ടോ വേണ്ടത്. അതിവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കളറുള്ളവർക്ക് കളർ ഇടാം കേട്ടോ. ഞാൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇത് ഇടുന്നത്. കളറാണെങ്കിലാണ് ഒന്നും കൂടി ഒരു ഇത് കിട്ടുക മന്തിക്ക്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയ ജീരകം അതുപോലെ തന്നെ കുരുമുളകും നമ്മൾ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അത് ചിക്കനിലേക്ക് ഇട്ടിട്ട് നമ്മൾ കൈ വെച്ചത് ചിക്കനിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിക്കണം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. മസാല നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കൈവച്ച് നമ്മളിതിൽ മസാല സംഭവങ്ങളൊന്നും ഉപയോഗിക്കണില്ല. വളരെ പെട്ടെന്ന് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി മന്തിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി കട്ട് ചെയ്ത് വെച്ച മല്ലിയിലയും പുതിനയിലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് ചിക്കനും ഈ മല്ലിയിലയൊക്കെ തമ്മിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. സ്പൂൺ വെച്ച് മിക്സ് ചെയ്താൽ അതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടൂല, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം കേട്ടോ. കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് നമുക്ക് മസാല ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മന്തിയുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് കുറച്ച് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇത് ആ റെസ്റ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. തുറന്ന് വെച്ച് തന്നെ വേവിച്ചെടുക്കണം. അടച്ച് വെച്ച് വേവിച്ചാൽ അതിൽ വെള്ളം ഉണ്ടാവും. തുറന്ന് വെച്ചുകൊണ്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് റൈസ് വേവിച്ചിട്ട് മന്തി റൈസ് വേവിച്ചിട്ട് അത് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ മന്തി റൈസ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കളർ കേട്ടോ. അപ്പോൾ ഞാനിവിടെ മഞ്ഞളാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ റെഡ് കളർ വേണമെങ്കിൽ അതും ചേർക്കാം. ഒന്ന് ചെറിയ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിന് മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് കനൽ വേണം കേട്ടോ. അപ്പോൾ കനൽ ഒരു പാത്രത്തിലായിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് വേഗം ഇതിൻ്റെ അടപ്പ് അടച്ച് വെച്ചിട്ട് മുകളിലൊരു വെയിറ്റും വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഇത് ദമ്മിലിടാം. അപ്പോൾ അതാ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഞാൻ ഇവിടെ അടപ്പ് തുറന്നിട്ടുണ്ട് കേട്ടോ. അത് അടിപൊളി മന്തി ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതാ ഒന്നും പറയാനില്ല, പെട്ടെന്ന് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. മന്തി മസാല ഒന്നും ഉപയോഗിക്കാതെയാണ് അത് ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വെറുതെ കഴിക്കാനും ഒക്കെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.